നമ്മളങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തെത്തി. ഇവിടെ ഒരു ഹോട്ടലുണ്ട്. അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇനി മുന്നോട്ടുള്ള യാത്ര തുടരുന്നുള്ളൂ. അത് മാത്രമല്ല, ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ക്ഷേത്രം ഒന്ന് ചുറ്റി നടന്ന് ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വേണം മുന്നോട്ടുള്ള യാത്ര തുടരാൻ. യദു ടീ ഷോപ്പ്. എന്തായാലും അകത്ത് കയറി നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് യാത്ര തുടരാം. അടിപൊളി നാടൻ ഊണാണ് കേട്ടോ. വിശപ്പുള്ളത് കൊണ്ടോ എന്തോ മുഴുവനും ഞാൻ ആസ്വദിച്ച് കഴിച്ചു. അച്ചൻകോവിൽ ക്ഷേത്രമാണ്. നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രമല്ലേ. പണ്ട് കാലം മുതലുള്ളൊരു ക്ഷേത്രം കൂടിയാണ്. ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ നിന്നാണ് KSRTCയിലേക്ക് ആളിനെ കയറ്റുന്നതൊക്കെ. ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പ് ഇതാണ്. അച്ചൻകോവിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ വനത്താൽ ചുറ്റപ്പെട്ട മനോഹരമായ ഒരു ഗ്രാമപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ വളരെ കുറവാണ്. അച്ചൻകോവിൽ ക്ഷേത്രവും ക്ഷേത്രത്തെ ചുറ്റിയുമാണ് ഈ ഗ്രാമം ഉള്ളത്. അച്ചൻകോവിൽ ക്ഷേത്രത്തിലേക്ക് എത്തുന്നവരും ഈ ഗ്രാമത്തിലുള്ളവരും പുറത്തുപോയി അകത്തേക്ക് എത്തുന്നതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്ന വാഹനങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റോഡിലൊന്നും അധികം വാഹനങ്ങൾ എപ്പോഴും കാണത്തില്ല. വളരെ ക്വയറ്റായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ ഗ്രാമപ്രദേശത്തിൻ്റെ എല്ലാ നന്മകളും ഉള്ള ആൾക്കാരാണ്, സ്നേഹമുള്ള ആൾക്കാരാണ് ഈ ഒരു ഗ്രാമത്തിലുള്ളത്. ഇനി ഈ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് കുമ്പവരട്ടിക്ക്.